إذ قال موسى لأهله إني آنست نارا إذ قال موسى മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. മൂസ പറഞ്ഞ സന്ദർഭം നീ ഓർക്കുക. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് കൊടുക്കുന്നതും റസൂലാക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പരന്നു പ്രതിപാദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കാല മൂസ പറഞ്ഞ സന്ദർഭം അവിടെ മുതൽക്കേ പറയുന്നുള്ളൂ. ആരോട് പറഞ്ഞ സന്ദർഭം? ലി അഹ്ലിഹി, തൻ്റെ ഭാര്യയോട് പറഞ്ഞ സന്ദർഭം, തൻ്റെ കുടുംബത്തോട്. അതായത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ നടന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എത്രയോ ചരിത്രം വേറുണ്ടല്ലോ. മൂസാ അലൈഹിസ്സലാമിൻ്റെ ജനനം, അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സൂറത്ത് പലയിടങ്ങളിലുമായിട്ട് വിശദീകരിച്ചവയുണ്ട്. ത്വാഹയിൽ പറഞ്ഞത്, പെട്ടിയിലാക്കി ഒഴുക്കിയത്, കണ്ടുകിട്ടിയത്, കൊട്ടാരത്തിൽ വളർന്നത്, അങ്ങനെ മദിയനിലേക്ക് പോകാനുണ്ടായ സാഹചര്യം തന്നെയും കുറേ ഉണ്ടല്ലോ. രണ്ടാൾ തമ്മിൽ അടികൂടുന്നത് കണ്ടപ്പോൾ പിടിക്കാൻ ചെന്നതാണ്, ഒരാൾ ഇടിവെച്ചു കൊടുത്തു, അയാൾ മരിച്ചു. പിറ്റേന്നും ഇതേ സംഭവം ഉണ്ടായി. അങ്ങനെ പോകാനുണ്ടായ സാഹചര്യമാണ്, മദിയനിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഒരാൾ അങ്ങ് ദൂരത്തു നിന്നൊരാൾ വന്നിട്ട് പറഞ്ഞു, മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക, ജനങ്ങൾ ഗൂഢാലോചനയിൽ തുടങ്ങിയിട്ടുണ്ട് മൂസ, നിന്നെ കൊല്ലണം എന്ന് പ്ലാനുണ്ട്. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ രാജ്യത്തു നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോളിന്ന്. അങ്ങനെ രാമാനം ഒരുക്കമില്ലാതെ പുറപ്പെടുകയാണ്. ആര്? മൂസ അലൈഹിസ്സലാം. എവിടുന്നാ പുറപ്പെടുന്നത്? ഈജിപ്തിൽ നിന്ന്. എങ്ങോട്ടാ പോകുന്നത്? മദിയനിലേക്ക്. 1000 ചില്ലാനും കിലോമീറ്റർ ഉണ്ട് ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക്. 850 മൈൽ എന്നാണ് പറയുന്നത്. എത്ര ഉണ്ടാവും കിലോമീറ്റർ? 850 മൈൽ ദൂരമുണ്ട് എന്നാണ് ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക്. 8 ദിവസം കൊണ്ട് യാത്ര പോയി എന്നാണ്. 8 ദിവസം കൊണ്ട്. അപ്പം എത്ര കിലോമീറ്റർ ഒരു ദിവസം നടന്നിട്ടുണ്ടാവും? അന്ന് വ്ളോഗർമാരൊന്നുമില്ലല്ലോ, ഒപ്പം നടക്കാനും സഹായിക്കാനും അപ്പളക്കപ്പളല്ല എല്ലാം അങ്ങനെ ലൈവ് കൊടുക്കാനൊന്നും ആരുമില്ല. ഒറ്റക്ക് ഏകനായി മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുക്കമല്ല, കാൽനടയായിട്ട് ഈജിപ്തിൽ നിന്ന് എവിടേക്ക് പോവുകയാണ്? മദിയനിലേക്ക് പോവുകയാണ്. ആരാ കൂട്ടിനുള്ളത്? ആരുമില്ല. ആരും ദ്വാരന്നു കൊടുത്തിട്ടില്ല. സ്വന്തം റബ്ബിനോട് ദുആ ചെയ്തു. മുൻകഴിഞ്ഞവർ നബിമാരെ ജാറത്തിലും കയറിയിട്ടുമില്ല. ഇടയ്ക്ക് കയറി പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം വാങ്ങിയിട്ടൊന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം അല്ലേ മുസ്ലിമായ നമ്മുടെ നേതാവായ പ്രവാചകനാണല്ലോ. ഇത് ശൈത്താന്റെ വഹി കിട്ടുന്ന ആൾക്കാരല്ലല്ലോ, ഇത് അള്ളാന്റെ വഹി കിട്ടുന്ന മൂസാ നബി അലൈഹിസ്സലാമാണ്. ഈജിപ്തിൽ നിന്ന് എവിടേക്ക് പോകുന്നു? മദിയൻ. എന്തൊക്കെ പറയാൻ നമുക്ക് എത്ര എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മലമടക്കുകളും പാറക്കൂട്ടങ്ങളും ഒക്കെയുള്ള പ്രദേശത്തു കൂടി മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാമാനം യാത്ര പോകണം. ഒരുക്കമല്ല. എങ്ങനെയായിരുന്നു ആ യാത്ര എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അള്ളാന്റെ ഒരു പ്രത്യേക കാവലാണ്. പോയി 8 ദിവസം കൊണ്ട് എന്നാണ് ചരിത്രമൊക്കെ രേഖപ്പെടുത്തുന്നത്. 8 ദിവസം കൊണ്ട്. എന്തായാലും 1000-ലേറെ കിലോമീറ്ററായി. 1300 ഇപ്പോൾ കിലോമീറ്ററായി. 8 ദിവസം കൊണ്ട് അത് കവർ ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും? അങ്ങനത്തെ യാത്രയാണ് പോയി. എന്താ കൂട്ടിനുള്ളത് എന്നറിയോ? ഇറങ്ങുമ്പോ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബു ഖാല റബ്ബി നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അതന്നെ കൂട്ട്. ഒരാൾ വന്നിട്ടൊരു ഗുണകാംക്ഷിയായ ഒരാൾ പട്ടണത്തിന്റെ അങ്ങേ തലക്കനെന്ന് വന്നിട്ട് പറഞ്ഞില്ലേ, മൂസ ഞാൻ നിങ്ങളോട് ഇഷ്ടം കൊണ്ട് പറയാണ്, എനിക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് പറയാണ്, ഇതാ നിങ്ങൾക്കെതിരെ വധഗൂഢാലോചന നടക്കുന്നുണ്ട്, വേഗം രക്ഷപ്പെട്ടോളണം എന്ന്. അവിടുന്നാണ് പോയതാണ്. ആരുമില്ല കൂടെ. മദീനയിലേക്കാണ് പോയി. റബ്ബിലാണ് തവക്കുലാക്കാണ്. എന്താണ് ആ കാലഘട്ടവും? ഇരുട്ടും, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ, ടോർച്ചുണ്ടോ, സംവിധാനങ്ങളുണ്ടോ, റോഡുകളുണ്ടോ? അതുകൊണ്ട് പോവുകയാണ്.
റബ്ബിലാണ്ട് ഏൽപ്പിക്കുകയാണ്. പുറപ്പെടുന്ന നേരത്ത് ഫഖറജ മിൻഹാ ഖായിഫൻ, പേടിച്ചിട്ട്. അത് മാനുഷികമായ പേടിയാണ്. ആർക്കും ഉണ്ടാവും, അത് നബിമാർക്കും ഉണ്ടാവും. മനുഷ്യൻ പേടിക്കൂലേ? ജീവൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ആർക്കും പേടി ഉണ്ടാവില്ലേ? ഫഖറജ മിൻഹാ, ഈജിപ്തിൽ എന്ന മഹാനായ മൂസ അലൈഹിസ്സലാം പുറപ്പെട്ടു. ഖായിഫൻ, പേടിച്ചുകൊണ്ട് തന്നെ പുറപ്പെട്ടു. യതറഖബു, നല്ല നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് മഹാനവറുകൾ പോകുന്നത്. നാലുഭാഗം നോക്കുന്നുണ്ട്. എന്താണ്? കൊല്ലാൻ ആളെ വിട്ടിട്ടുണ്ടേ. ഫറോവയുടെ പട്ടാളം കൊല്ലാൻ ആളെ വിട്ട്, ആളെ തരയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കണ്ണുപെടാതെ പോകണ്ടേ? അങ്ങനെ ഇറങ്ങുകയാണ്. പക്ഷേ അവരുടെയൊക്കെ ദുആ എന്ന് പറഞ്ഞാൽ ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബു ഖാല റബ്ബി, എൻ്റെ റബ്ബേ, നജ്ജിനി, നീ എന്നെ രക്ഷപ്പെടുത്തണേ, മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. ആ ഒരൊറ്റ കരുത്തിലാണ് ആ പോക്ക്. അങ്ങനെ മദിയനിലേക്കാണ് പോകേണ്ടത് എന്നുള്ള നിർദ്ദേശം കിട്ടി. മദിയനിന്റെ ഭാഗം എവിടെയാ? മദിയൻ എനിക്ക് വഴിതെറ്റോ? റൂട്ട് മാപ്പ് ഉണ്ടോ? ആരാ റൂട്ട് മാപ്പ് നിശ്ചയിച്ചു കൊടുക്കുന്നത്? ഇന്നപ്പന്നെത്തു, ഇന്നയിടത്ത് സ്വീകരണം ഉണ്ട്, ഇന്നയിടത്ത് ഫുഡ് ഉണ്ട്, ഇന്നയിടത്ത് അക്കമഡേഷൻ ഉണ്ട്. ആരാള്? ഒന്നുമില്ല. വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ. രണ്ടാമത്തെ പ്രാർത്ഥന. മദിയനിലേക്കാണ് പോകേണ്ടതെന്നുള്ള ദിശ നിശ്ചയിച്ച് കിട്ടിയപ്പോൾ ആ റൂട്ടും വെച്ചങ്ങനെ നടക്കുമ്പോൾ ദ്വാർന്നു. എന്താ മനസ്സിലെ ആശ്വാസം എന്നറിയോ? അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ, എനിക്ക് പോകാനുള്ള ശരിയായ റൂട്ട് മാപ്പ് എൻ്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച് തന്നേക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. വേറെ ആരും കൊടുക്കാല്ല, എൻ്റെ റബ്ബിനെ കൈവടിയൂല. ഭയങ്കരമായ തവക്കുലിൻ്റെ പ്രതീകമായിരുന്നു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. എങ്ങനെയെന്നൊന്നും ആലോചിച്ചിട്ടല്ലല്ലോ ആ സമുദ്രത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾക്കിന്നതൊക്കെ വേഗം മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മളിതൊക്കെ വായിക്കാണ്. എന്ത് സമുദ്രം അടിച്ചിട്ടുണ്ട്, വളർന്നിട്ട്, അതൊക്കെ അറിയാതെയാണ് ഈ പറയണതേ. ആളുകളൊക്കെ വന്നിട്ട് സങ്കടം പറഞ്ഞില്ലേ, മൂസാ ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, അതാ വരുന്നു ഫറോവ, അപ്പുറത്ത് കടലാണ്, ഇനി എന്താ ചെയ്യാ? മൂസാ നബി അലൈഹി സ്വലാം കൂളായിട്ട് പറഞ്ഞ എന്താ? ഇന്ന മഴയ റബ്ബി സയഹ്ദി, അള്ളാണ്ട് എൻ്റെ കൂടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അതൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് അപാരമായ തവക്കുലാണ്. ഇവിടെയും പറയണത് തന്നെയാണ്. എങ്ങനെ മദിയനിലേക്ക് എത്തേണ്ടത്, എവിടേക്കാണ് റൂട്ട്, ആരാണ് വഴി കാണിച്ചു കൊടുക്കാൻ, ഇരുട്ടാണ്, എവിടേക്കാണ് റബ്ബേ പോവുക, എങ്ങനെയാണ് ഞാൻ ആ സ്ഥലത്ത് എത്തിപ്പെടുക? പക്ഷേ മദിയനിന്റെ ഭാഗം വെച്ച് പിടിച്ച് നടത്താണ്ട് ആരംഭിച്ചപ്പോ പറഞ്ഞു, അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅസ് സബീൽ, നേരായ സ്ട്രൈറ്റ് ആയ റൂട്ട് എനിക്ക് എൻ്റെ റബ്ബ് കാണിച്ചു തരുന്നു. അങ്ങനെയാണ് പോയി എന്നാണ്. അതാണ് അവരൊക്കെ പ്രാർത്ഥനയും അവരുടേതായ തവക്കുലും. അങ്ങനെയാണ് അവിടെ കണ്ടെത്തുന്നത്.